നമസ്കാരം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 നടന്ന മ്യൂസിക് കേറ്റഡ് പരീക്ഷയുടെ ഉത്തര പേപ്പർ വിശകലനമാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സെറ്റ് സി ചോദ്യപേപ്പറാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. മറ്റ് സെറ്റുകളിലെ ചോദ്യങ്ങൾ ലഭ്യമാകാത്തതിനാൽ അതിവിടെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എല്ലാ ചോദ്യങ്ങളും വിശദമായി വായിക്കുന്നതിനാൽ ആ ചോദ്യം അവരവരുടെ ചോദ്യപേപ്പറിൽ ഏത് നമ്പറാണ് എന്ന് നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 71. The long stem of wood in tambura is called. തമ്പുരുവിൻ്റെ നീളം കൂടിയ ദണ്ഡിന് പറയുന്ന പേര്. ആൻസർ ഈസ് ദണ്ഡി. ഉത്തരം ദണ്ഡി. അടുത്ത ചോദ്യം 72. ഖണ്ഡജാതി ജംബതാളത്തിൻ്റെ അക്ഷരകാല ദൈർഘ്യം. നമ്പർ ഓഫ് അക്ഷരകാലാസ് ഇൻ ഖണ്ഡജാതി ജംബതാളം. അപ്പോൾ ജംബതാളത്തിൻ്റെ അംഗങ്ങൾ അറിയാം: ലഘു, അനുദ്രുതം, ദ്രുതം. ഇതിൽ ഖണ്ഡജാതി എന്ന് പറയുമ്പോൾ ലഘുവിൻ്റെ അക്ഷരകാലം 5, അപ്പോൾ അനുദ്രുതത്തിൻ്റെ അക്ഷരകാലം 1, ദ്രുതത്തിൻ്റെത് 2. അപ്പം 5 + 1 + 2, അതായത് ഉത്തരം 8. ആൻസർ ഈസ് 8. സോ ദ നമ്പർ ഓഫ് അക്ഷരകാലാസ് ഇൻ ഖണ്ഡജാതി ജംബതാള ഈസ് 8. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 73. ആൻ എക്സാമ്പിൾ ഓഫ് എ ത്രിമുഖവാദ്യ. ത്രിമുഖവാദ്യത്തിന് ഒരു ഉദാഹരണം. ത്രിമുഖം എന്നാൽ 3 മുഖങ്ങളോടുകൂടിയ ഉപകരണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്: 1 മൃദംഗം. മൃദംഗത്തിന് 2 മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ശുദ്ധമദ്ദളത്തിനും 2 മുഖങ്ങൾ, തബലയ്ക്കും 2 മുഖങ്ങൾ. അടുത്തതായി ഓപ്ഷൻ ഡി പുഷ്കര. പുഷ്കരയ്ക്ക് 3 മുഖങ്ങൾ. അപ്പോൾ പുഷ്കരയാണ് ത്രിമുഖ വാദ്യത്തിന് ഉദാഹരണം. ആൻസർ ഈസ് ഡി, പുഷ്കര. അടുത്തതായി ചോദ്യം നമ്പർ 74. ദി ആട്ടക്കഥ കമ്പോസ്ഡ് ബൈ ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥ. ശരിയുത്തരം ദക്ഷയാഗ. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ചോദ്യം 75. അസ്വാതി തിരുനാൾ കൃതി ഇൻ മധ്യാദി താളം. മധ്യാദി താളത്തിലുള്ള ഒരു സ്വാതി തിരുനാൾ കൃതി. ഓപ്ഷൻ എ ചക്കനി രാജ ഖരഹരപ്രിയ. ചക്കനി രാജ മാർഗമു ത്യാഗരാജ കൃതിയാണ്. ഉത്തരം അതല്ല. മീനാക്ഷി മേമുദം പൂർവി കല്യാണി പ്രശസ്തമായ ദീക്ഷിതർ കൃതിയാണ്. ബ്രോചേവ ഖമാസ് മൈസൂർ വാസുദേവാചാര്യയുടെ കൃതിയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി കോസലേന്ദ്ര മധ്യമാവതി. രാഗം മധ്യമാവതി. ശരി ഉത്തരം കോസലേന്ദ്ര, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്പർ 76. ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹാസ് ഫ്രെറ്റ്സ്. മെട്ടുകൾ ഉള്ള വാദ്യം ഏത് എന്നാണ് ചോദ്യം. ആൻസർ ബി വീണ. മെട്ടുകളുള്ളത് വീണയ്ക്കാണ്. വയലിൻ, സാരംഗി എന്നിവയ്ക്കും തമ്പുരയ്ക്കും മെട്ടുകൾ ഇല്ല. ചോദ്യം നമ്പർ 77. 19ാമത് മേളത്തിൻ്റെ പേര്. ദ നെയിം ഓഫ് ദി 19th മേള. 19ാമത് മേളം. ഓപ്ഷൻ എ ആൻസർ ഝങ്കാര ധ്വനി. അടുത്തതായി ചോദ്യം 78. ശുദ്ധമധ്യമത്തിൻ്റെ മൂല്യം ആണ് ചോദിച്ചിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ശുദ്ധമധ്യമ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസും ശരി ഉത്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും ആദ്യത്തെ ഉത്തരമായ 3/4 എടുക്കുന്നു. പക്ഷേ ശുദ്ധമധ്യമത്തിൻ്റെ മൂല്യം 4/3 ആണ്. ഇതിൽ 3/4 മാറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചോദ്യത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. 79ാമത്തെ ചോദ്യം, കമ്പോസർ ഓഫ് പ്രഹ്ലാദ ചരിതം ആട്ടക്കഥ. പ്രഹ്ലാദ ചരിതം ആട്ടക്കഥയുടെ രചയിതാവ്. ആട്ടക്കഥ എന്ന് കേൾക്കുമ്പോൾ
ചിലപ്പോൾ കോട്ടയം തമ്പുരാൻ എന്ന് എഴുതാൻ ശ്രമിക്കും. അല്ല. ഇരയിമ്മൻ തമ്പി അല്ല. സി. KC കേശവപിള്ളയാണ് പ്രഹ്ലാദചരിതം ആട്ടക്കഥ എഴുതിയിരിക്കുന്നത്. പ്രഹ്ലാദചരിതം ആട്ടക്കഥ വരുന്നത് കഥകളിയിലാണ്. അത് മടവൂർ കേളുവാശാൻ ആണ് ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ആ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. എന്നാൽ പ്രഹ്ലാദചരിതം എന്നൊരു കൃതി KC കേശവപിള്ള രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം നമ്പർ സി, KC കേശവപിള്ള എന്നാകുന്നു. അടുത്ത ചോദ്യം നമ്പർ 80. ഒരു ഉഭയവക്രരാഗം തിരഞ്ഞെടുക്കുക. ചൂസ് ആൻ ഉഭയവക്രരാഗ ഫ്രം ദി ഓപ്ഷൻസ് ആനന്ദഭൈരവി, രീതിഗൗള, കാപ്പി, കല്യാണി. അതായത് ആരോഹണവും അവരോഹണവും വക്രമായിട്ടുള്ള ഒരു രാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദഭൈരവി ആരോഹണം വക്രം, അവരോഹണം സമ്പൂർണം. കാപ്പി ആരോഹണം ഔഢവം, അവരോഹണം വക്രസമ്പൂർണമാണ് കാപ്പി. കല്യാണി ഒരു മേളകർത്തയാണ്, ആരോഹണവും അവരോഹണവും സമ്പൂർണമായിരിക്കും. എന്നാൽ രീതിഗൗള ഉഭയ വക്രമാണ്, ആരോഹണവും അവരോഹണവും വക്രമാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, രീതിഗൗള. അടുത്ത ചോദ്യം 81. 15ാമത് മേളമായ മായാമാളവഗൗളയുടെ ജന്യം അല്ലാത്ത രാഗം ഏതാണ്? പിക്ക് ഔട്ട് ദ രാഗ വിച്ച് ഇസ് നോട്ട് എ ജന്യ ഓഫ് 15th മേള മായാമാളവഗൗള. ഓപ്ഷൻ എ മലഹരി ഈസ് എ ജന്യ ഓഫ് മായാമാളവഗൗള. ഓപ്ഷൻ ബി സാവേരി ഈസ് അനദർ ജന്യരാഗ ഓഫ് മായാമാളവഗൗള. ഓപ്ഷൻ ഡി ഗൗള ഈസ് ഓൾസോ ബോൺ ഫ്രം മായാമാളവഗൗള. അപ്പോൾ മലഹരി, സാവേരി, ഗൗള എന്നിവ മായാമാളവഗൗളയുടെ ജന്യങ്ങളാണ്. ഓപ്ഷൻ സി വസന്തഭൈരവി മായാമാളവഗൗളയുടെ ജന്യം അല്ല. അപ്പോൾ ചോദ്യം എന്താണ്? വിച്ച് ഇസ് നോട്ട് എ ജന്യ ഓഫ് 15th മേളകർത്ത. ആൻസർ ഈസ് സി, വസന്തഭൈരവി. അടുത്തത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. 16ാമത് മേളകർത്താരാഗം. ക്വസ്റ്റ്യൻ നമ്പർ 82 ഈസ് 16ാമത്തെ മേളകർത്താരാഗം, 16th മേളകർത്താരാഗ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചക്രവാകം. അടുത്തതായി ഒരു മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക എന്ന ചോദ്യമാണ്. ചോദ്യം നമ്പർ 83. 83. ത്യാഗരാജ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, സ്വാതി തിരുനാൾ എന്നിവരുടെ കൃതികളെ ബന്ധിപ്പിക്കുക. ടു കണക്ട് ദ കൃതീസ് ഓഫ് ത്യാഗരാജ, ദീക്ഷിതർ, ശ്യാമശാസ്ത്രി ആൻഡ് സ്വാതി തിരുനാൾ ടു ദി ഓപ്പോസിറ്റ് സൈഡ്. സോ ഹിയർ ആർ ദ ഓപ്ഷൻസ്. ആദ്യമായി ആദ്യത്തെ ചോദ്യമായ ത്യാഗരാജ കൃതി ഓപ്പോസിറ്റ് സൈഡിൽ ഏതാണെന്ന് നോക്കാം. ത്യാഗരാജയുടെ ഘനരാഗ പഞ്ചരത്ന കൃതീസ്. സോ എ ആൻഡ് 3. A3. മുത്തുസ്വാമി ദീക്ഷിതർ പഞ്ചലിംഗസ്ഥല കൃതീസ്. B4. C. ശ്യാമശാസ്ത്രി. ഓപ്പോസിറ്റുള്ള ഓപ്ഷൻ നവരത്ന മാലിക. സോ സി ഗോസ് ടു നമ്പർ 2. അടുത്തതായി സ്വാതി തിരുനാളിൻ്റെ ഉത്സവ പ്രബന്ധം. ഡി ഗോസ് ടു നമ്പർ 1. സോ മാച്ച് ദ ഫോളോയിങ്ങിലെ താഴത്തെ ഓപ്ഷൻസ്, ദ ഗിവൺ ഓപ്ഷൻസ് ഓഫ് ദ മാച്ച് ദ ഫോളോയിങ് ഈസ് എ, ഫസ്റ്റ് വൺ A4321, അത് തെറ്റാണ്. ബി 3124, റോങ്. സി 2341, which is wrong. And D A3, B4, C2, D1, the last option. Answer is D ആണ്. The answer is D. Question number 84. The outer ring of the right head of the മൃദംഗം is called. മൃദംഗത്തിൻ്റെ വലം തലയുടെ പുറം വളയത്തെ വിളിക്കുന്നത്. ഓപ്ഷൻ എ ചാപ്പു, ബി ചോറ്, സി മീട്ട്, ഡി നാഗപാശം. ഓപ്ഷൻ സി മീട്ട്, ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. 85.
85-ാമത്തെ ചോദ്യം, ഒരു ഭാഷാംഗരാഗം. ടു ഫൈൻഡ് ഔട്ട് എ ഭാഷാംഗരാഗ എമംഗ് ദി ഓപ്ഷൻസ്. ആരഭി ഈസ് നോട്ട് എ ഭാഷാംഗരാഗ. ബി. ഹംസധ്വനി ഈസ് ഓൾസോ നോട്ട് എ ഭാഷാംഗരാഗ. ഡി. മധ്യമാവധി ഈസ് ഓൾസോ നോട്ട് എ ഭാഷാംഗരാഗ. ദ ആൻസർ ഈസ് സി. ഉത്തരം സി. ഭൈരവി ഒരു ഭാഷാംഗരാഗമാണ്. അടുത്തതായി ചോദ്യം നമ്പർ 86. അഷ്ടപദിയുടെ രചയിതാവ്. ദ ഓഥർ ഓഫ് അഷ്ടപതി. ഓപ്ഷൻ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഉത്തരമാണ്, ജയദേവ കവിയുടെ അഷ്ടപതി. സോ വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് ജയദേവ കവിയാണെന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ സി ജയദേവയാണ് ശരി ഉത്തരം. ഇതുവരെ ഒരു തെറ്റും സംഭവിക്കാതെ എല്ലാം ശരി ഉത്തരം നൽകിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചോദ്യം 87. A percussion instrument used in കഥകളി. കഥകളിയിൽ ഉപയോഗിക്കുന്ന ഒരു താളവാദ്യം. കഥകളി പെർഫോമൻസസ് കണ്ടിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് പറയാം. കഥകളിയിൽ ഉപയോഗിക്കുന്ന താളവാദ്യം ഈസ് ചെണ്ട. ഓപ്ഷൻ സി ചെണ്ടയാണ് ദ ആൻസർ. ചോദ്യം 88. 88th question. The first principal of ശ്രീ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജ്. ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആരാണ്? ഓപ്ഷൻ ഡി മുത്തയ്യ ഭാഗവതർ. അദ്ദേഹമാണ് സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 89. നാദത്തിൻ്റെ ഗുണമേന്മ സൂചിപ്പിക്കുന്നത്. ദ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കൽ സൗണ്ട് ഇൻഡിക്കേറ്റ്സ്. ആൻസർ ഈസ് ഡി ടിംബർ. ടിംബർ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 90. 90. മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ൽ എ തതവാദ്യ. തതവാദ്യ. ലിസ്റ്റ് 2-ലെ നാലാമത്തെ ഉത്തരമായ വീണ. തതവാദ്യം എന്നാൽ നീട്ടി വായിക്കുന്ന വാദ്യങ്ങൾക്ക് പറയുന്ന പേരാണ് തതവാദ്യം. സോ തതവാദ്യ മാച്ചസ് വിത്ത് വീണ. അവനതവാദ്യ താളം അടിച്ചു വായിക്കുന്ന ഉപകരണങ്ങൾ, അതായത് മൃദംഗം, മദ്ദളം, തിമില എല്ലാം അവനതവാദ്യത്തിൽപ്പെടുന്നു. സോ സെക്കൻഡ് ഓപ്ഷൻ ബി മാച്ചസ് വിത്ത് ലിസ്റ്റ് 2's നമ്പർ 3 അവനതവാദ്യ മൃദംഗം. സുഷിരവാദ്യം. സുഷിരങ്ങളുള്ള വാദ്യം അത് ഫ്ലൂട്ടാണ്. ഉത്തരം 1. സോ സി മാച്ചസ് വിത്ത് 1. ദെൻ ഘനവാദ്യം. മെറ്റാലിക് വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വാദ്യം ഘനം, അതായത് ചേങ്ങില. D2. അതായത് ഉത്തരം ഓപ്ഷൻ എ 4, 3, 1, 2 എന്ന് ABCD മാച്ച് ആകുന്ന വിധത്തിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 91. 91. താരസ്ഥായി ഋഷഭത്തിൽ ദീർഘമായി നിർത്തുന്നത് ഡാഷ് രാഗത്തിൻ്റെ സവിശേഷതയാണ്. ഹോൾട്ടിക് ഓൺ ദ താരസ്ഥായി ദീർഘ ഋഷഭ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ രാഗ. ആൻസർ ഈസ് എ ഖരഹരപ്രിയ. ഓപ്ഷൻ എ ഖരഹരപ്രിയ. ചോദ്യം നമ്പർ 92. 92. ഹൂ റോഡ് ദ ഭക്തിമഞ്ജരി. ഭക്തിമഞ്ജരി എന്ന സാഹിത്യ സൃഷ്ടിയുടെ രചയിതാവാര്? 1 ത്യാഗരാജ. സെക്കൻഡ് ഓപ്ഷൻ ദീക്ഷിതർ. തേർഡ് സ്വാതി തിരുനാൾ. ഫോർത്ത് ശ്യാമാശാസ്ത്രി. അപ്പോൾ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൃതികളാണ് ഭക്തിമഞ്ജരി, സ്യാനന്തൂരപുര വർണ്ണന പ്രബന്ധം, പത്മനാഭ ശതകം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ കൂടിയാണ്. അപ്പോൾ ഉത്തരം സ്വാതി തിരുനാൾ. ഓപ്ഷൻ സി സ്വാതി തിരുനാൾ. അടുത്തതായി വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 93.
താള ഹാവിങ് അനുദ്രുതം ആസ് ആൻ അംഗ. അനുദ്രുതം അംഗമായി വരുന്ന ഒരു താളം. മധ്യതാളം അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു. ധ്രുവതാളം ലഘു, ദ്രുതം, ലഘു, ലഘു. അടതാളം ലഘു, ലഘു, ദ്രുതം, ദ്രുതം. അപ്പോൾ ഉത്തരം ആൻസർ ഈസ് ഓപ്ഷൻ സി, ജംബതാളം. ആൻഡ് ജംബതാള is the only tala in which അനുദ്രുത comes as an anga. അടുത്തതായി ചോദ്യം നമ്പർ 94. നോമൻക്ലേച്ചർ ഓഫ് 72 സമ്പൂർണ്ണ മേളകർത്താസ് ആർ ഗിവൺ ബൈ. 72 സമ്പൂർണ്ണ മേളങ്ങളുടെ നാമകരണം നൽകിയിരിക്കുന്നത്. ഓപ്ഷൻ എ വെങ്കടമഖി, ബി മുദ്ദു വെങ്കടമഖി, സി ഗോവിന്ദാചാര്യ, ഡി ഗോവിന്ദ ദീക്ഷിതർ. ഉത്തരം എ വെങ്കടമഖി. എന്നാൽ കടപയാതി സംഖ്യ അനുസരിച്ച് നാമകരണം മാറ്റിയത് ഗോവിന്ദാചാര്യ എന്ന് പറയപ്പെടുന്നു. അത് ശ്രദ്ധിക്കുക. ഇവിടെ ഉത്തരം വെങ്കടമഖി തന്നെയാണ്. ഓപ്ഷൻ എ. ആൻസർ ഈസ് എ, വെങ്കടമഖി. അടുത്തതായി ചോദ്യം നമ്പർ 95. 95. ദ ലക്ഷണ ഗ്രന്ഥ റിട്ടൺ ബൈ സാരംഗദേവ. ശാരംഗദേവൻ രചിച്ച ലക്ഷണഗ്രന്ഥം. ഉത്തരം സാരംഗദേവൻ്റെ എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ് സാരംഗദേവ സംഗീത രത്നാകരം. സംഗീത രത്നാകരമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷണഗ്രന്ഥം. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. 96th question. അഷാഢവ സമ്പൂർണ്ണ രാഗ. ഒരു ഷാഢവ സമ്പൂർണ്ണ രാഗം ഏതാണ്? ഓപ്ഷൻ സാർ ബിലഹരി, ഗൗള, കാമ്പോജി ആൻഡ് ആരഭി. ഉത്തരം കാമ്പോജി. കാമ്പോജി ഷാഢവ സമ്പൂർണ്ണ രാഗവും ബിലഹരി, ആരഭി എന്നിവ ഔഢവ സമ്പൂർണ്ണ രാഗവും ഗൗള ഔഢവ വക്രഷാഢവ രാഗവുമാകുന്നു. ചോദ്യം നമ്പർ 97. 97. മേളകർത്ത പട്ടികയിലെ അമൂർച്ഛനകാരക മേളങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 16. മൂർച്ഛനം ചെയ്യാൻ സാധിക്കാത്ത മേളങ്ങളുടെ എണ്ണം 16 ക്വസ്റ്റ്യൻ നമ്പർ 98. പാപനാശം ശിവന്റെ മുദ്ര. മുദ്ര ഓഫ് പാപനാശം ശിവൻ. ആൻസർ ഈസ് ഓപ്ഷൻ സി, രാമദാസ. ക്വസ്റ്റ്യൻ നമ്പർ 99. തിരുപ്പുകഴ് സ്തോത്രങ്ങളുടെ രചയിതാവായ അരുണഗിരിനാഥർ ഡാഷ് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? അരുണഗിരിനാഥർ, ദ കമ്പോസർ ഓഫ് തിരുപ്പുകഴ് ഹൈംസ്, lived in dash century. Answer is 15th century. Option A is the answer. Question number 100. നൂറാമത്തെ ചോദ്യം. A composer who used സ്വര സാഹിത്യ in his കൃതി. സ്വരവും സാഹിത്യവും കൃതികളിൽ ഉപയോഗിച്ചിരുന്ന രചയിതാവ് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ശ്യാമ ശാസ്ത്രി. ചോദ്യം 101. 101th question. റൈറ്റ് ദി ആരോഹണ ആൻഡ് അവരോഹണ ഓഫ് രാഗ ബിലഹരി. ബിലഹരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി സരിഗപ ധസ, സാനിധപ മാഗരിസ. അതാണ് ഉത്തരം. ഓപ്ഷൻ ഡി. 102ാമത്തെ ക്വസ്റ്റ്യൻ. 102nd question. Identify the edi which remains same in the beginning, madhya and at the end. ആരംഭത്തിലും മധ്യത്തിലും അവസാനിക്കുമ്പോഴും ഒരേ ദൈർഘ്യം വരുന്ന യതി. അപ്പോൾ യതികൾ പലതരം പഠിച്ചിട്ടുണ്ട്. ധമരു യതി ആരംഭത്തിൽ കൂടുതലായി, മിഡിലിൽ കുറഞ്ഞ്, ഒടുവിൽ വീണ്ടും വികസിക്കുന്ന രീതിയിലുള്ള യതിയാണ്. ധമരുവിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. വിഷമയതി എന്നാൽ ഒരു ഷേപ്പിലും അല്ലാതെ കയറ്റിറക്കങ്ങളോട് കൂടി വരുന്ന യതി, ഏറ്റക്കുറച്ചിലുകൾ വരുന്ന യതിയാണ് വിഷമയതി. മൃദംഗയതി എന്നാൽ ആരംഭത്തിലും അവസാനത്തിലും കുറയുകയും നടുവിൽ എത്തുമ്പോൾ കൂടുകയും ചെയ്യുന്നു. അതാണ് മൃദംഗത്തിൻ്റെ രൂപത്തിൽ ഷേപ്പിൽ വരുന്ന യതി. വേറാസ് സമയതി എന്നാൽ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒരേ ദൈർഘ്യം കാത്തു സൂക്ഷിക്കുന്നു. അതാണ് സമമായിരിക്കുന്നതിനാൽ സമയതിയാണ് ഉത്തരം. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 103. 103ാമത്തെ ചോദ്യം.
ശങ്കരാഭരണത്തിൻ്റെ മധ്യമം മൂർച്ഛനം ചെയ്താൽ ലഭിക്കുന്ന രാഗം. മധ്യമ മൂർച്ഛന ഓഫ് ശങ്കരാഭരണ. ആൻസർ ഈസ് ഉത്തരം ഓപ്ഷൻ സി കല്യാണി. 104 ചോദ്യം. പ്രത്യാഹത ഗമകത്തിന് ഒരു ഉദാഹരണം. ആൻ എക്സാമ്പിൾ ഫോർ പ്രത്യാഹത ഗമക. ഓപ്ഷൻ ബി സാനി നീധ ദാപ പാമ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 105 ചോദ്യം. ഒരു വിവാദി മേളം. എ വിവാദി മേള. ഫ്രം ദ ഓപ്ഷൻസ് ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഓപ്ഷൻ ബി കനകാംഗി ഈസ് ദി ആൻസർ. 106 ചോദ്യം. പൂർവി കല്യാണി രാഗത്തിൻ്റെ ജനകരാഗം ഏത്? ചൂസ് ദ ജനകരാഗ ഓഫ് പൂർവി കല്യാണി. പൂർവി കല്യാണി രാഗത്തിൻ്റെ ജനകരാഗം. ആൻസർ ഈസ് ഓപ്ഷൻ സി ഗമനശ്രമ. 107 ചോദ്യം. അതിതാരസ്ഥായിക്ക് ഒരു ഉദാഹരണം. ആൻ എക്സാമ്പിൾ ഓഫ് അതിതാരസ്ഥായി. ഓപ്ഷൻ സി സ രി ഗമ പധ നിസ വിത്ത് 2 dots എബോവ് ദ സ്വരം. സ്വരങ്ങൾക്ക് മുകളിൽ 2 കുത്തുകൾ വരുന്ന രീതിയിലുള്ള ഓപ്ഷൻ പാറ്റേൺ ആയ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അതിതാരസ്ഥായിക്ക്. അടുത്ത ചോദ്യം 108. 108. എ ഗീത കമ്പോസർ. ഒരു ഗീതകർത്താവ്, ഗീതങ്ങളുടെ രചയിതാവ് ആരാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ശരി ഉത്തരം പൈതാല ഗുരുമൂർത്തി ശാസ്ത്രി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 109 ചോദ്യം. ദ വാഗ്ഗേയകാര നോൺ ആസ് നിശങ്ക. നിശങ്കൻ എന്നറിയപ്പെടുന്ന വാഗ്ഗേയകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സാരംഗദേവ. അദ്ദേഹത്തിനെ നിശങ്ക സാരംഗദേവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹം വാഗ്ഗേയകാരനല്ല, സംഗീത ശാസ്ത്രകാരൻ എന്നാണ് അദ്ദേഹത്തെ പറയേണ്ടത്. ചോദ്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അടുത്ത ചോദ്യം നമ്പർ 110. 110. കമ്പോസർ ഓഫ് ദ രാഗമാലിക പന്നഗേന്ദ്ര ശയന. പന്നഗേന്ദ്ര ശയന എന്ന് തുടങ്ങുന്ന രാഗമാലികയുടെ രചയിതാവ്. ഉത്തരം ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെയാണ് പന്നഗേന്ദ്ര ശയന എന്ന് തുടങ്ങുന്ന രാഗമാലിക. ചോദ്യം 111. 111. മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1. എ കദ്രി ഗോപാൽനാഥ് മാച്ചസ് വിത്ത്. ലിസ്റ്റ് 2. നമ്പർ 3 സാക്സോഫോൺ. എൻ രമണി മാച്ചസ് വിത്ത് ഫ്ലൂട്ട്. ടി എൻ ശേഷഗോപാലൻ matches with number 2 vocal, and Lalgudi Jayaraman matches with number 1 violin. അതായത് ശരി ഉത്തരം ഓപ്ഷൻ ബി ആകുന്നു. മാച്ച് ദ ഫോളോയിങ്. 111 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 3, 4, 2, 1. 112 ചോദ്യത്തിൻ്റെ ഉത്തരം ദ സ്കീം ഫോർ വിച്ച് ദ കടപയാധി സംഖ്യ ഈസ് അഡോപ്റ്റഡ്. കടപയാധി സംഖ്യ ഉപയോഗിക്കുന്ന മേള പദ്ധതി. ശരി ഉത്തരം ഓപ്ഷൻ എ 72 മേളകർത്ത സ്കീം. 72 മേളകർത്ത പദ്ധതി. 113 ചോദ്യം. അക്ഷരകാല ഓഫ് പ്ലുത. 113th ക്വസ്റ്റ്യൻ. പ്ലുതത്തിൻ്റെ അക്ഷരകാലം. ശരി ഉത്തരം ഓപ്ഷൻ ഡി 12 ആണ്. 114 ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 114. പര്യായ നാമ മുദ്രകാര. ഒരു പര്യായ നാമ മുദ്രകാരൻ. അപ്പോൾ വാഗ്ഗേയകാര മുദ്രകാർ 2 തരമുണ്ട്. ഒന്ന് സ്വനാമം, ഒന്ന് പര്യായ നാമം. സ്വനാമത്തിൽ വരുന്നത് ത്യാഗരാജ, ശ്യാമശാസ്ത്രി, പുരന്ദരദാസ. പര്യായ നാമം അതായത് പത്മനാഭ, സരസിജനാഭ, ഒരു വാക്കിൻ്റെ പല അർത്ഥങ്ങളിൽ വരുന്ന പദങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മുദ്രകൾ ഉപയോഗിച്ചിരുന്നത് സ്വാതി തിരുനാൾ മഹാരാജയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. 115 ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 115. വേർ ഡെഡ് ജെ ചാമരാജ വോഡയാർ സെർവ്ഡ് ആസ് എ പേട്രൺ ഓഫ് മ്യൂസിക്. ഏത് സ്ഥലത്തെ സംഗീതത്തിൻ്റെ രക്ഷാധികാരിയായാണ് ജെ ചാമരാജ വോഡയാർ സേവനമനുഷ്ഠിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ മൈസൂർ.
മൈസൂറിലായിരുന്നു ജയചാമരാജ വോഡയാർ ജീവിച്ചിരുന്നതും സംഗീതം ചിട്ടപ്പെടുത്തിയിരുന്നതും. മൈസൂർ മഹാരാജാവായിരുന്നു. 116ാമത് ചോദ്യം, 116th question. The musical form സ്വരജതി had its birth in. സ്വരജതി എന്ന സംഗീത രൂപം ഉത്ഭവിച്ചത് ഓപ്ഷൻ എ 17th century, ഓപ്ഷൻ ബി 18th, ഓപ്ഷൻ സി 16th, ഓപ്ഷൻ ഡി 19th. ശ്യാമാശാസ്ത്രികൾ മൂലമാണ് സ്വരജതിക്ക് പ്രചാരം കൂടുതലായി ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി 18th century, 18ാം നൂറ്റാണ്ട്. 117ാമത്തെ ചോദ്യം, 117th question. കീരവാണിയുടെ പ്രതിമധ്യമ മേളം. ദ പ്രതിമധ്യമ മേള ഓഫ് കീരവാണി. ആൻസർ ഈസ് ഓപ്ഷൻ ബി സിംഹേന്ദ്ര മധ്യമം. 118ാമത്തെ ചോദ്യം, കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ രചയിതാവ്. ദ കമ്പോസർ ഓഫ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ആൻസർ ഈസ് ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ. 119ാമത്തെ ചോദ്യം, 119th question. ഹിന്ദുസ്ഥാനി കാഫി ധാട്ടിനോട് സമാനമായ കർണാടക സംഗീതത്തിലെ മേളത്തിൻ്റെ പേര്. നെയിം ഓഫ് ദ കർണാട്ടിക് മേള കറസ്പോണ്ടിങ് ടു ഹിന്ദുസ്ഥാനി കാഫി ധാട്ട്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹരഹരപ്രിയ. 120ാമത്തെ ചോദ്യം, 120th question. ഫാദർ ഓഫ് ദ മ്യൂസിക്കൽ ഫോം പദ. പദം എന്ന സംഗീത രൂപത്തിൻ്റെ പിതാവ്. പദം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്ഷേത്രജ്ഞരാണ് പദരചനയുടെ പിതാവ് എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. 121ാമത്തെ ചോദ്യം, 121st question. സംഗീത പഠനത്തിൽ സ്വരസ്ഥാനം എന്ന ആശയം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? The concept of swaras place is most closely related to which of the following aspects of learning music? Option A, the correct tonal quality of the voice. അതായത് ശബ്ദത്തിൻ്റെ ശരിയായ സ്വരഗുണം, ഒരു സ്വരത്തിൻ്റെ ശരിയായ ശ്രുതിയും സ്ഥാനവും. ഓപ്ഷൻ ബി, the precise pitch and position of a musical note. ഓപ്ഷൻ സി, the number of അക്ഷരകാല in a rhythmic cycle. ഒരു താളവട്ടത്തിലെ അക്ഷരകാലം. D, the meaning of the lyrics of a song. The answer is ഓപ്ഷൻ ബി, ഒരു സ്വരത്തിൻ്റെ ശരിയായ ശ്രുതിയും സ്ഥാനവുമാണ് സ്വരസ്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The precise pitch and position of a musical note is the right answer. 122nd question. 122ാമത്തെ ചോദ്യം, സംഗീതശാസ്ത്ര സംബന്ധിയല്ലാത്ത ഒരു പുസ്തകം തിരഞ്ഞെടുക്കുക. Choose the book which is not related to musicology. And the given options are സംഗീതശാസ്ത്ര പ്രവേശിക, ദക്ഷിണേന്ത്യൻ സംഗീതം, സംഗീത കൽപ്പദ്രുമം. ഈ മൂന്നും സംഗീതത്തിനെ കുറിച്ച് അറിവ് നൽകുന്ന പുസ്തകങ്ങളാണ്. വേറാസ് ഓപ്ഷൻ ബി നളചരിത ഈസ് റിലേറ്റഡ് ടു കഥകളി. അതിനാൽ ശരി ഉത്തരം ഓപ്ഷൻ ബി നളചരിതം. 123ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ആസ്പെക്ട് ഓഫ് കർണാട്ടിക് മ്യൂസിക് പെഡഗോഗി? താഴെ പറയുന്നവയിൽ ഏതാണ് കർണാടക സംഗീത അധ്യയനത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപന രീതി? എംഫസിസ് ഓൺ ഹാർമണി, യൂസ് ഓഫ് വെസ്റ്റേൺ നൊട്ടേഷൻ, പ്രയോറിറ്റൈസിംഗ് ടെക്നിക്കൽ പ്രൊഫഷൻസി ഓവർ മ്യൂസിക്കാലിറ്റി. ഹാർമണിക്ക് പ്രാധാന്യം നൽകുക, പാശ്ചാത്യ നൊട്ടേഷൻ്റെ ഉപയോഗം, സംഗീതത്തേക്കാൾ സാങ്കേതിക വൈദഗ്ധ്യത്തിന് മുൻഗണന നൽകുക. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി മനോധർമ്മത്തിലും സർഗാത്മകതയിലും ശ്രദ്ധ നൽകുക. ഫോക്കസ് ഓൺ ഇംപ്രവൈസേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ് കർണാട്ടിക് മ്യൂസിക് പെഡഗോജിയുടെ കീ ആസ്പെക്ട്. 124ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജണ്ടവരിശകൾ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഏറ്റവും എളുപ്പമായ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ജണ്ടവരിശ പഠിക്കാത്ത ഒരു സംഗീത വിദ്യാർത്ഥി ഉണ്ടാവില്ല. അപ്പോൾ ഉത്തരം ഏതാണ്? ആദ്യത്തെ ഓപ്ഷനായ എ സസ രീതി ഗഗ മാമ. ഈ ഓപ്ഷൻ തന്നെയാണ് ശരി ഉത്തരം. അടുത്തതായി 125ാമത്തെ ചോദ്യം, ഒരു ഗീതം പഠിപ്പിക്കുമ്പോൾ
പ്രാഥമിക വരിശകളിൽ നിന്ന് അതിനെ പ്രത്യേകമായി വേർതിരിക്കുന്നത് എന്താണ്? When teaching a ഗീതം, which characteristic distinguishes it from the preliminary varishas? അതുവരെ സരളി വരിശ, ജണ്ടവരിശ, അലങ്കാരം വരെയുള്ള സ്വര പ്രസ്ഥാനങ്ങൾ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ആദ്യമായി സാഹിത്യത്തിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു സംഗീത രൂപമാണ് ഗീതം എന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സാഹിത്യ, ഓപ്ഷൻ എ, സാഹിത്യത്തിന്റെ ഉപയോഗം എന്നതാണ് ശരി ഉത്തരം. 125 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ എല്ലാ ഉത്തരവും ശരിയായിട്ടുള്ളവർ കൈ റൈസ് ചെയ്യുക. 126 ചോദ്യം, ഒരു തമ്പുരുവിന്റെ തന്ത്രികൾ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്? ഹൗ ഡു യു ട്യൂൺ ദ സ്ട്രിങ്സ് ഓഫ് എ തമ്പുര? 126th ക്വസ്റ്റ്യൻ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ, മധ്യസ്ഥായി പഞ്ചമ, താരസ്ഥായി ഷഡ്ജ, താരഷഡ്ജ, മധ്യഷഡ്ജ. പ സ സ സ. 127 ചോദ്യം, ദ ക്രൈറ്റീരിയ ഫോർ സെലക്ടിംഗ് എ സ്റ്റുഡൻറ് ഇൻ മ്യൂസിക്. ഒരു സംഗീത വിദ്യാർത്ഥിയെ സംഗീത പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്താണ്? ഓപ്ഷൻ എ ട്രഡീഷൻ, അതായത് പാരമ്പര്യം. ഓപ്ഷൻ ബി അഭിരുചി, അതായത് ആപ്റ്റിറ്റ്യൂഡ്. ഓപ്ഷൻ സി സൗന്ദര്യം, ബ്യൂട്ടി. ഓപ്ഷൻ ഡി പദവി, സ്റ്റേറ്റസ്. മേൽ പറഞ്ഞവയിൽ ട്രഡീഷൻ, ബ്യൂട്ടി, സ്റ്റേറ്റസ് എന്നീ 3 കാര്യങ്ങൾ അല്ല ഒരു സംഗീത വിദ്യാർത്ഥിയെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന രീതി. എന്താണ്? അഭിരുചി. വ്യക്തിക്ക് അഭിരുചിയുണ്ടോ എന്ന്, സംഗീത അഭിരുചിയുള്ള ഏതൊരാളിനും സംഗീതം പഠിക്കാവുന്നതാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, ആപ്റ്റിറ്റ്യൂഡ് അഥവാ അഭിരുചി. 128 ചോദ്യം, സൗണ്ട് റെക്കോർഡിങ്ങിനും എഡിറ്റിങ്ങിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ദ സോഫ്റ്റ്വെയർ ഫോർ സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ്. അപ്പോൾ നമ്മൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പലതും നമ്മൾക്ക് പരിചയമുള്ളതാണ്. യൂട്യൂബ്, പ്രീമിയർ, ലൈറ്റ് റൂം, ലോജിക് പ്രോ. എന്നാൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി, ലോജിക് പ്രോയാണ്. സൗണ്ട് റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ലോജിക് പ്രോ. 129th ക്വസ്റ്റ്യൻ, 129 ചോദ്യം, ഒരു സംഗീത അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ടീച്ചർ ഇൻ മ്യൂസിക്? ആൻസർ ഈസ് എ, പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആഴത്തിലുള്ള അറിവ്, ഡീപ് നോളജ് ഇൻ ദി സബ്ജക്ട് ടോട്ട്. അടുത്തതായി 130th ക്വസ്റ്റ്യൻ, 130 ചോദ്യം, താഴെ പറയുന്നവയിൽ ചേരാത്തത്. രാഗ, രാഗി, രാഗു, രീപ. അപ്പോൾ രാഗ, രാഗി, രാഗു എന്നീ സ്വരസ്ഥാനങ്ങൾ മേളകർത്താ പട്ടികയിൽ ഓരോ രാഗത്തിനും വരുന്ന സ്വരസ്ഥാനങ്ങളാണെന്ന് നമുക്കറിയാം. അതിൽ ചേർച്ചയില്ലാതിരിക്കുന്നത് ഓപ്ഷൻ ഡി ആയ രീപായാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, റോങ് മാച്ചാണ്. 131 ചോദ്യം, 131st ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫേമസ് ആദിതാള വർണ്ണ ടോട്ട് ടു ബിഗിനേഴ്സ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സംഗീതത്തിലെ തുടക്കക്കാർക്ക് പഠിപ്പിക്കുന്ന പ്രശസ്തമായ ഒരു ആദിതാള വർണ്ണം? വാതാപി ഗണപതിം, നിന്നുകോരി, കൃഷ്ണാനി ബേഗനെ, പാഹി പർവ്വത നന്ദിനി. ഓപ്ഷൻ എ, സി, ഡി ഇവ 3 കൃതികളാണ്. രണ്ടാമത്തെ ഓപ്ഷനായ ഓപ്ഷൻ ബി, നിന്നുകോരിയാണ് വർണ്ണം. സോ ഉത്തരം ബി, നിന്നുകോരി. 132 ചോദ്യം, 132nd question, the primary role of a music teacher in music pedagogy. സംഗീത അധ്യാപനത്തിൽ ഒരു അധ്യാപകന്റെ പ്രാഥമിക പങ്ക്. ആൻസർ ഈസ് ഓപ്ഷൻ സി, to guide the students through oral tradition and personalized instruction. വാമൊഴി പാരമ്പര്യത്തിലൂടെയും വ്യക്തിഗത നിർദ്ദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ നയിക്കുക. 133 ചോദ്യം, 133rd question, a musical form which is set to multiple ragas. ഓരോ വിഭാഗവും വ്യത്യസ്ത രാഗത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സംഗീത രൂപം. ഉത്തരം ഓപ്ഷൻ സി, രാഗമാലിക. അടുത്തതായി 134 ചോദ്യം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ 10 ധാട്ടുകൾ രൂപപ്പെടുത്തിയ സംഗീതജ്ഞൻ. 134th question, musician who codified 10 ധാട്സ് in
ഹിന്ദുസ്ഥാനി മ്യൂസിക്? ഉത്തരം പണ്ഡിറ്റ് വിഷ്ണുനാരായൺ ഭട്ട്കാണ്ഡെ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 135ാമത്തെ ചോദ്യം. 135th question. മെട്രോണോം ഈസ് റിലേറ്റഡ് ടു. മെട്രോണോം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഗമാണോ, ശ്രുതിയാണോ, സ്വരമാണോ, താളമാണോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, താള. 136ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കർണാടക സംഗീതത്തിൽ മനോധർമ്മത്തിന് സാധ്യതകളുള്ള ഘടനാപരമായ ഒരു സംഗീത രൂപം ഏതാണ്? ദ സ്ട്രക്ചേർഡ് മ്യൂസിക്കൽ ഫോം വിത്ത് പോസിബിലിറ്റീസ് ഫോർ ഇംപ്രൊവൈസേഷൻ ഇൻ കർണാട്ടിക് മ്യൂസിക്. ശരി ഉത്തരം ഓപ്ഷൻ എ, കൃതി. കൃതിയിലാണ് ഏറ്റവും കൂടുതൽ മനോധർമ്മ പാഠങ്ങൾ നമ്മൾ പരിശീലിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്ട്രക്ചേർഡ് മ്യൂസിക്കൽ ഫോം ഫോർ ഇംപ്രൊവൈസേഷൻ. അടുത്ത ചോദ്യം 137. 137. The Carnatic Mela, which is used as the preliminary scale in different systems of music. മറ്റു സംഗീത ശാഖകളിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന സ്കെയിലിന് സമാനമായ കർണാടക സംഗീതത്തിലെ മേള രാഗം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി, ശങ്കരാഭരണം. 138ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന താളങ്ങൾ അവയുടെ അക്ഷരകാലം അനുസരിച്ച് ആരോഹണ ക്രമത്തിൽ എഴുതുക. റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് താളാസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ അക്ഷരകാല ഇൻ ആരോഹണ ക്രമ. ഖണ്ഡ ത്രിപുട, ഖണ്ഡ മധ്യ, ഖണ്ഡ ജംബ, ഖണ്ഡ അട. ശരി ഉത്തരം ഓപ്ഷൻ എ, ഖണ്ഡ ജംബ, ഖണ്ഡ ത്രിപുട, ഖണ്ഡ മധ്യം, ഖണ്ഡ അട. ആദ്യം നമ്മൾ ഈ ഓരോ കണക്കനുസരിച്ച് താളം എഴുതി നോക്കുക. അംഗങ്ങൾ വെച്ച് എഴുതി നോക്കുമ്പോൾ അക്ഷരകാലക്രമത്തിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നുള്ള രീതിയിൽ ഉത്തരം കിട്ടും. അത് ഓപ്ഷൻ എ ആകുന്നു. 139ാമത്തെ ചോദ്യം. വിട്ടുപോയ സ്വരക്രമം പൂർത്തിയാക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കംപ്ലീറ്റ് ദി സ്വരക്രമ. സസരി സാരി, സരിഗ രീഗ. അടുത്തത് എന്താണ്? റിഗ ഗമ. ഓപ്ഷൻ ഡി, റിഗ ഗമയാണ് ശരി ഉത്തരം. അങ്ങനെ 140ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാനങ്ങൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ്. 140th question. ചൂസ് എ മ്യൂസിക് ലിസണിംഗ് സൈറ്റ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഓൾ ദി എബോവ് ഓപ്ഷൻ എന്ന് എഴുതാൻ തോന്നും. പക്ഷേ സംഗീതം കേൾക്കുവാൻ മാത്രം, പാട്ടുകൾ കേൾക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ് സ്പോട്ടിഫൈ. യൂട്യൂബ് അല്ല, സൗണ്ട് ക്ലൗഡ് അല്ല. യൂട്യൂബിൽ പാട്ട് കേൾക്കാനും കാണാനും സാധിക്കും, അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സൗണ്ട് ക്ലൗഡിൽ പാട്ട് റെക്കോർഡ് ചെയ്യാനും കേൾക്കാനും സാധിക്കും. എന്നാൽ പാട്ടുകൾ കേൾക്കുവാൻ മാത്രം സാധിക്കുന്ന സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പോട്ടിഫൈ ആണ്. സോ ശരി ഉത്തരം ഓപ്ഷൻ എ, സ്പോട്ടിഫൈ. 141ാമത്തെ ചോദ്യം. 141st question. രാഗം താനം പല്ലവിയിൽ ഒരു മനോധർമ്മത്തിനു ശേഷം ഗായകൻ തിരിച്ചെത്തുന്ന താളത്തിന്റെ ലാൻഡിംഗ് പോയിന്റ് അല്ലെങ്കിൽ പ്രത്യേക ഇടത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? Which term denotes the landing point or the specific beat in the tala of Ragam Tanam Pallavi where the singer returns after an improvisation? Answer is option A, Arudhi. 142 ചോദ്യം. 142ാമത്തെ ചോദ്യം. വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക. പിക്കപ്പ് ദി ഓഡ് വൺ ഔട്ട്. ബിലഹരി, കാമ്പോജി, ഭൈരവി, സാവേരി. ഇതിൽ സാവേരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി. കാരണം ബിലഹരി, കാമ്പോജി, ഭൈരവി എന്നിവയെല്ലാം ഭാഷാംഗരാഗങ്ങളാണ്. സാവേരി ഒരു ഉപാംഗരാഗമാണ്. 143ാമത് ചോദ്യം. 143rd question. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഫിൽ അപ്പ് ദി ബ്ലാങ്ക്. സഗരിമ ഡാഷ് ഗപ്പ മധ മധ പനി. അപ്പോൾ വിട്ടുപോയ ഭാഗത്തിൻ്റെ ഉത്തരം സഗരിമ റിമ ഗപ്പ. ഓപ്ഷൻ ബി, റിമ ഗപ്പയാണ് ശരി ഉത്തരം. 144ാമത്തെ ചോദ്യം. ഒരു വിദ്യാർത്ഥി ആദിതാള വർണ്ണങ്ങൾ 2 വേഗതയിൽ പഠിക്കുന്നതിൻ്റെ ബോധനപരമായ കാരണം എന്താണ്? What is the primary pedagogical reason for insisting a student learns ആദിതാള വർണ്ണംസ് in
due speed. Option: to please the listeners, to reduce the duration of singing, to memorize the lyrics faster, to develop lay jnanam and voice flexibility. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം ശരിയായിട്ടുള്ളത് മനസ്സിൽ പതിയും. കാരണം വർണ്ണങ്ങൾ അഭ്യസിക്കുന്നത് ലയജ്ഞാനവും ശബ്ദവഴക്കത്തിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ കേൾവിക്കാരെ പ്രീതിപ്പെടുത്താൻ, പാടുന്നതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ, വരികൾ വേഗത്തിൽ മനഃപ്പാഠമാക്കാൻ ഒന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇനി 5 ചോദ്യങ്ങൾ കൂടി മാത്രം. 145-ാമത്തെ ചോദ്യം: കർണാടക സംഗീതം പഠിപ്പിക്കുമ്പോൾ സ്വരങ്ങളുടെ ഘടനാപരമായ പാറ്റേണുകളിലൂടെ താളം എന്ന ആശയം അവതരിപ്പിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംഗീത രൂപം ഏതാണ്? ഇൻ ദ ടീച്ചിങ് ഓഫ് കർണാട്ടിക് മ്യൂസിക്, which exercise is designed specifically to introduce the concept of thala through structured patterns of swaras? Option D, Alankara is the right answer. അലങ്കാരം എന്ന പാഠഭാഗത്തിലാണ് സ്വരങ്ങളുടെ വിവിധ തരം പാറ്റേണുകൾ നമ്മൾ പഠിക്കുന്നത്. അടുത്തതായി 146-ാമത്തെ ചോദ്യം, 146th question. കർണാടക സംഗീതത്തിലെ സ്വരങ്ങളെയും അവയുടെ സ്ഥാനങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കുവാൻ വിദ്യാർത്ഥി പഠിക്കുന്ന അടിസ്ഥാനപരമായ പാഠങ്ങൾ. The primary set of exercises in Carnatic music which the student learns to establish a firm grasp of the basic notes and their positions. സ്വരങ്ങളെയും അവയുടെ സ്ഥാനങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണ്? ഓപ്ഷൻ ബി, സരളി വരിശാസ്. ഗീതം, കൃതി, പദം ഇവയൊന്നുമല്ല. ഗീതം സാഹിത്യം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചെറിയ സംഗീത രൂപമാണ്. കൃതി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗീത രൂപം. പദം അഭ്യാസഗാനമല്ല, ഒരു സഭാഗാനമാണ്. അത് ഭക്തി രസപ്രധാനങ്ങളായ കൃതികൾ ഉൾക്കൊള്ളുന്നതാണ് പദം. അപ്പോൾ സ്വരജ്ഞാനം ഉറയ്ക്കുവാൻ വേണ്ടി പഠിക്കുന്നത്, ധാരണ ലഭിക്കുവാൻ വേണ്ടി പഠിക്കുന്നത് സരളി വരിശയാണ്. ഓപ്ഷൻ ബി, സരളി വരിശയാണ് ശരി ഉത്തരം. 147-ാമത്തെ ചോദ്യം, 147th question. Which one of the following is the best method of teaching music? താഴെ പറയുന്നതിൽ ഏതാണ് സംഗീതം പഠിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല രീതി? പ്രഭാഷണം, ചർച്ച, പ്രകടനം, ആഖ്യാനം. മലയാളം ഓപ്ഷൻസ് വായിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇംഗ്ലീഷ് ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ലെക്ചറിങ് ആണോ, പാട്ട് പഠിപ്പിക്കുന്ന രീതി ബെറ്റർ, ലെക്ചർ ചെയ്യുന്നതാണോ, ഡിസ്കസ് ചെയ്യുന്നതാണോ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണോ, നറേറ്റ് ചെയ്യുന്നതാണോ? ഏറ്റവും നല്ല ഉത്തരം, അതായത് ശരി ഉത്തരം എന്ന് പറയുന്നത് രീതി, ഡെമോൺസ്ട്രേഷൻ, പാടി കാണിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ പാട്ട് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി, ഡെമോൺസ്ട്രേഷൻ ആണ് റൈറ്റ് ആൻസർ. 148-ാമത്തെ ചോദ്യം, രചയിതാവിനെ തിരിച്ചറിയുന്ന ഏത് ഘടകമാണ് കൃതിയുടെ ചരണത്തിൽ പലപ്പോഴും കാണപ്പെടുന്നത്? Which of these components is often found in the charana which identifies the composer of the കൃതി? അതായത് ഇന്ന ആളാണ് രചയിതാവ് എന്ന് ഒരു കൃതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുദ്ര ആ ചരണത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി, മുദ്രയാണ് ശരി ഉത്തരം. വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക. 149-ാമത്തെ ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. പദം, ജാവളി, കൃതി, ജതിസ്വരം. ഇതിൽ നിന്നും ഈ 4 ഓപ്ഷനുകളിൽ നിന്നും ഏതാണ് ഓഡ് വൺ, വ്യത്യസ്തമായത്? പദം, ജാവളി, കൃതിയെല്ലാം സഭാഗാനങ്ങളാണ്. ജതിസ്വരം ഒരു അഭ്യാസഗാനമാണ്. കർണാടക സംഗീതത്തിനെ സംബന്ധിച്ച് ജതിസ്വരം ഒരു അഭ്യാസഗാനമാണ്. എന്നാൽ നൃത്തത്തിനെ സംബന്ധിച്ച് ജതിസ്വരം ഒരു സഭാപ്രകടനത്തിന് ഉപയോഗിക്കുന്ന സംഗീത രൂപം കൂടിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി, ജതിസ്വരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 150-ാമത് ക്വസ്റ്റ്യൻ, 150th ക്വസ്റ്റ്യൻ. തില്ലാന പഠിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളിൽ ഡാഷ് വികസിപ്പിക്കുക എന്നതാണ്. The main purpose of teaching Tillana to students is to develop dash. Option A, രാഗാലാപന നൈപുണി, താളനിയന്ത്രണവും കൃത്യതയും, വോയിസ് കൾച്ചർ, സാഹിത്യ ഉച്ചാരണം. രാഗാലാപന സ്കിൽസ്, ലയ കൺട്രോൾ ആൻഡ് rhythmic precision, വോയിസ് കൾച്ചർ, സാഹിത്യ പ്രൊനൗൺസിയേഷൻ. The right answer is option B, താളനിയന്ത്രണവും
കൃത്യതയും, ലയ, കൺട്രോൾ ആൻഡ് റിഥമിക് പ്രിസിഷൻ. സോ ഇതോടുകൂടി 80 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മുഴുവൻ ചോദ്യങ്ങളും ശരിയായിട്ട് വന്നിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരിക. അല്ലാത്തവർ വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.